എൻ്റെ ഡോക്ടറെ, ഈ കീ ഹോൾ സർജറി തന്നെയാണോ ലാപ്രോസ്കോപ്പിക് സർജറി? ഞാൻ ഡോക്ടർ ഫാരിസ് ഷംസുദ്ദീൻ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ വേണ്ടാത്ത, മുറിവുകളൊന്നും ഇല്ലാതെ എല്ലാ സർജറിയും ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് കീ ഹോൾ സർജറി. എപ്പോഴും പേഷ്യൻസിൻ്റെ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി, പക്ഷേ അനസ്തേഷ്യ എടുക്കേണ്ടത് അനസ്തേഷ്യ എടുത്ത് തന്നെ എങ്ങനെയാണോ നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ കീ ഹോളായിട്ട് ചെയ്യുന്നതിനാണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. അത് വയറിനകത്തുള്ള മുഴകൾ എടുക്കുക. ചിലപ്പോൾ തൈറോയിഡ് നമ്മൾ എടുക്കുന്നതിന് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. നമ്മൾ സാധാരണ നെഞ്ചിനകത്ത് എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ തൊറക്കോസ്കോപ്പിക് സർജറി, കീ ഹോളായിട്ട് നെഞ്ചിനകത്ത് കയറി ചെയ്യുന്ന സർജറിക്ക് തൊറക്കോസ്കോപ്പിക് സർജറി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ മുട്ടിനകത്ത് കീ ഹോളായിട്ട് ചെയ്യുന്നതിന് ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. അതുപോലെ നമ്മൾ വാരിക്കോസ് വെയിനകത്തൂടെ പോയി ചെയ്യുന്നതിന് എൻഡോവാസ്കുലാർ കീ ഹോൾ സർജറി എന്ന് പറയും. അതുപോലെ ചില മുഴകൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തെടുക്കുന്നതിന് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ചെറിയ മുറിവിലൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. അതിൽ ഓരോ അവയവങ്ങളിൽ അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾക്ക് ചെയ്യുന്നതിനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. നന്ദി.